ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അനാർ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട നമ്മുടെ പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ നമ്മുടെ റേഷൻ കടയിൽ നിന്നും കിട്ടിയ ഉണക്കലരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടൊന്നും ഇപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നില്ല. ഇതിൽ നിന്നും ഇതുപോലത്തെ 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ 2 ഗ്ലാസ് അരി എടുത്തതിന് ശേഷം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരി അളക്കാൻ ഉപയോഗിച്ച അതേ ഗ്ലാസ്സിൽ തന്നെ ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് പായസത്തിലോട്ടുള്ള പാലൊക്കെ ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് കാരമൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് ഒന്ന് മെൽറ്റായി കാരമലൈസ്ഡായിട്ട് വരേണ്ടതുണ്ട്. അതുവരെ നമുക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഏകദേശം ഇങ്ങനെ മെൽറ്റായിട്ട് വരുന്നുണ്ട്. കരിഞ്ഞു പോവാതെ തീ കുറച്ച് വെച്ച് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. അപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ ഇതുപോലെ കാരമലൈസായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 1.5 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ കാരമലിലോട്ട് തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും കൂടെ വരുന്നുണ്ട്. അങ്ങനെ നെയ്യും നമ്മുടെ കാരമലും കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പാൽപ്പൊടി കുറച്ച് ചുടുവെള്ളത്തിൽ കലക്കിയിട്ട് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒട്ടും അടിയിൽ പിടിക്കാതെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു 3 ഏലക്ക ഞാൻ ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഏലക്ക ചതക്കാതെ നമുക്ക് ഏലക്ക പൊടിയാണെങ്കിലും അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഏലക്ക ചതച്ചതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച് നമ്മുടെ പാല് ആ ചൂടോടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ചൂടുള്ള പാൽ തന്നെയായിരിക്കണം ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ തണുത്ത പാൽ ഒഴിക്കുമ്പോൾ നമ്മുടെ കാരമൽ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ പാൽ ഒന്നും കൂടെ ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ കാരമലിനോട് മിക്സായിട്ടൊന്ന് തിളച്ച് വരേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ വേവിച്ച് വെച്ച അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ 2 ഗ്ലാസ് അരിയാണല്ലോ വേവിച്ചിരുന്നത്. 2 ഗ്ലാസ് അരി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാക്ക് പാൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് അരിയിലോട്ട് 2 പാക്ക് പാലാണ് വേണ്ടത്. ഈ അരിയും ഈ പാലും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ വേവിച്ച് വെച്ച അരിയിലോട്ട് നമ്മുടെ പാലിലുള്ള പഞ്ചസാരയും ഏലക്കാപ്പൊടിയുടെ ഫ്ലേവറും എല്ലാം ഒന്ന് ചേർന്ന് വരട്ടെ. അതുവരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഒട്ടും അടിയിൽ പിടിച്ച് പോകാതെ ശ്രദ്ധിക്കണം. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ, മറന്നു പോകല്ലേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ നമ്മുടെ കിസ്മിസും കൂടെ ഒന്ന് നെയ്യിൽ വറുത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 2 ടീസ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പശുവിൻ നെയ്യാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇതിൽ ചേർക്കുമ്പോൾ. ഞാൻ എടുത്തിട്ടുള്ളത് മിൽമ നെയ്യാണ്. ഈ നെയ്യൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ തേങ്ങാക്കൊത്ത് കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ്, വേണ്ടാത്തവർക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ചേർത്തന്നേ ഉള്ളൂ. ഇവ രണ്ടും ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മുടെ കാഷ്യൂ ഒക്കെ ഏകദേശമൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് കിസ്മിസ് കൂടെ ആഡ് ചെയ്യാം.
പാൽപ്പായസം എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസമാണ്. അത് ആ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അതേ ടേസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോയ ഒരു രുചിയുള്ള പായസം തന്നെയാണിത്. അങ്ങനെ എന്താ നമ്മുടെ നെയ്യിൽ കിടന്നിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ തേങ്ങാക്കൊത്തും എല്ലാം കൂടെ നല്ലവണ്ണം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ചുകൊണ്ടിരിക്കുന്ന പായസത്തിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസം കൂടിയാണ്. അപ്പോൾ തീർച്ചയായും ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻസ് കൊടുക്കണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അധികം വൈകാതെ മറ്റൊരു വീഡിയോയുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.